CPMകാരുടെ പ്രത്യേകിച്ച് പിണറായി വിജയന്റെ ശബരിമലയോടുള്ള കപടഭക്തി ഗവർണർ പൊളിച്ചടുക്കിയിരിക്കുകയാണ്. ഭാരതാംബയുടെ ചിത്രത്തിന് നേരെ മുഖം തിരിക്കുന്നവർ ശബരിമലയിൽ കാട്ടുന്ന വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വിശ്വ ഹിന്ദു പരിഷത്തും അതുപോലെ ഹിന്ദു ഐക്യവേദിയും RSSും BJPയും എല്ലാം കൂടെ ചേർന്ന് 1000 കണ്ഠങ്ങളിൽ നിന്ന് ഉയർത്തുന്ന ഗണഗീതങ്ങളുണ്ടല്ലോ പിണറായി വിജയനെതിരായിട്ടുള്ളത്, അത് മുഴുവൻ ഒരൊറ്റ വേദിയിൽ ഏതാനും വാക്യങ്ങളിൽ വളരെ സമർത്ഥമായ രീതിയിൽ അവയെ വെല്ലുന്ന വിധത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമലയിൽ നടത്തിയ സ്പോൺസർ ചെയ്ത അയ്യപ്പ സംഗമത്തിൻ്റെ അർത്ഥശൂന്യത അടിവരയിട്ടുകൊണ്ട് 2 വാക്കുകളിൽ കോഴിക്കോട്ട് വെച്ച് ഗവർണർ ഒരു പ്രഭാഷണം നടത്തി. ഗിരിപ്രഭാഷണമൊന്നുമല്ല, ചുരുങ്ങിയ വാക്കുകളിൽ. അത് പക്ഷേ പിണറായി വിജയൻ്റെ ഇരട്ട ചങ്കുകളിൽ 2 ചങ്കുകളുണ്ടെന്ന്, 2 ചങ്കുകളിലും കൊള്ളുന്നത്ര ലക്ഷ്യവേദിയായി. ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുണ്ടല്ലോ, എങ്ങനെ പാകിസ്ഥാൻ്റെ നൂർഖാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തെ തകർത്ത് ഭേദിച്ച് ഇപ്പോഴും നിശ്ചലമാക്കി വെച്ചിരിക്കുന്നു, അതുപോലത്തെ ഒരു അമ്പാണ് തൊടുത്തത്. ലക്ഷ്യത്തിൽ കൊള്ളുന്നത്, പ്രിസൈസ്. അതാണ് പാകിസ്ഥാനൊരു വിമാനത്തിൽ ബോംബിട്ട് കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് നോട്ട് പ്രിസൈസ്. അതുകൊണ്ടാണ് അവിടെ പാവപ്പെട്ട കുട്ടികളും അമ്മമാരും ഒക്കെ അവിടെ ഭീകരവാദികളെ ഉന്നം വെച്ച് വെച്ചത്. പ്രിസൈസ് അല്ലാതെ പോകുമായിരുന്നു ബാക്കി പിണറായി വിജയൻ ചെയ്ത അമ്പുകളും അതുപോലെ ഹിന്ദു സംഘടനകളെ ചെയ്ത അമ്പുകളും. ഇതാ കറക്റ്റായിട്ടൊരു അമ്പ് അദ്ദേഹം പറഞ്ഞിരിക്കും. ഒന്നും പറഞ്ഞില്ല വിജയൻ, അത് ഇത്രേ പറഞ്ഞുള്ളൂ. അത് വളരെ ശ്രദ്ധേയമായ വാക്യങ്ങളാണ്. കാരണം ഞാൻ പറഞ്ഞ എത്ര വിശദീകരിച്ചാലും അതിൻ്റെ അർത്ഥം നേരിട്ട് കേൾക്കാതെ മനസ്സിലാവുകയില്ല. അത് ഞാൻ പറയാം. ഗുരുപൂജയെയും നമ്മുടെ സംസ്കാരത്തെയും ഭാരത മാതാവിനെയും എതിർക്കുന്നവർ ശബരിമല ഭക്തരായി നടിക്കുന്നുള്ള വാക്കിനാണ് അടിവര. നടിക്കുന്നത് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള അവസരപാതപരമായ നിലപാട്. ഗവർണർ പറഞ്ഞതാ, ഒരു ദാക്ഷിണ്യവും ഇല്ലാത്ത വാക്കുകളാണ്. വളരെ സൗഹൃദവും ഷെയ്ഖ് ഹാൻഡ് ചിരിച്ചുകൊണ്ട് ഹസ്തദാനമൊക്കെ ചെയ്യും. പക്ഷെ വാക്കുകളിൽ, നിലപാടിൽ ഒരു കണിക പോലും മാറ്റുകയില്ല അദ്ദേഹം. അതുപോലെ രണ്ടാമത്തെ വാക്യം, ഗവർണർ എന്ന നിലയിലല്ല ഇത് പറയുന്നത്, രാഷ്ട്രീയ സ്വയം സേവകൻ എന്ന നിലയിലാണ്. എൻ്റെ ചിന്തയിലും പ്രവൃത്തിയിലും ഞാൻ ആ പ്രസ്ഥാനത്തിനോട് കടപ്പെട്ടിരിക്കുന്നു. RSSനോട് ബന്ധമുണ്ടെന്നുള്ളതിൽ അഭിമാനവുമുണ്ട്. കാരണം ഇവർ ഈ ചാണകം എന്നൊക്കെ പറഞ്ഞാലൊന്നും തനിക്കൊരു നാണക്കേടുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. താത്കാലിക രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ഞാൻ എൻ്റെ നിലപാടുകൾ മാറ്റാറില്ല. ഇതാണ് ഏറ്റവും വലിയൊരു താൽക്കാലിക. വീണ്ടും വീണ്ടും അത് പറയുന്നതോടെ എന്ത് തുടവും തൂക്കവും ഉള്ള വാക്കുകൾ. താൽക്കാലിക രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ഞാൻ എൻ്റെ നിലപാടുകൾ മാറ്റാറില്ല എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ സംഘവും താൽക്കാലിക നേട്ടത്തിനു വേണ്ടിയിട്ട് നിലപാട് മാറ്റി. മുമ്പ് ശബരിമലയിൽ യുവതികളെ പ്രവേശിച്ച സമയത്ത് എന്താണ് പറഞ്ഞത്? 4 വോട്ടിനും 2 സീറ്റിനും വേണ്ടി നിലപാട് മാറ്റുന്നവരല്ല ഞങ്ങളെന്ന് ഉച്ചത്തിൽ ഘോഷിച്ചല്ലോ. എന്നിട്ട് അവിടെ ഭക്തജനങ്ങളെ ഇട്ട് നിലയ്ക്കലും പമ്പയിലും ഒക്കെ ഇട്ട് പന്തളത്ത് വിട്ട് തല്ലിയില്ലേ? എക്സാക്ട്ലി, അതാണ് പോയിന്റ്. ഇപ്പൊ വിജയ് രണ്ടാമത് പറഞ്ഞാണ് അതിന്റെ പോയിന്റ്. ആ വാക്കുകളൊന്നും കടമെടുത്തോ കോട്ട് ചെയ്തോ ആരെ ആക്ഷേപിക്കും. എന്നിട്ട് യാതൊരു ഉളുപ്പും കൂടാതെ പമ്പയിൽ വന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊടുത്ത ഉപഹാരം, അയ്യപ്പന്റെ വിഗ്രഹ ആ പ്രതിഷ്ഠ ഏറ്റുവാങ്ങിയല്ലോ എന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ്. അയ്യപ്പൻ മോളിൽ ഇരുന്ന് 18 മലകളിൽ ഒന്നായ ശബരിമലയിൽ ഇരുന്നു കൊണ്ട് ഇത് കാണുന്നുണ്ട് താപസ വേഷധാരിയായ വിജയ, നീയും അനുഭവിക്കും എന്നുള്ളത്. എന്ന് മാത്രമല്ല വിജയനാഥേ, അദ്ദേഹം അവിടെ കാണിച്ച നാടകത്തിന്റെ ഒരു നാണമില്ലായ്മ. ചന്തോഗ്യോ ഉപനിഷത്തിൽ നിന്നാണ് തത്വമസി വന്നിരിക്കുന്നതെന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. ഇന്ന് വരെ ഒരൊറ്റ ഉപനിഷത്തിനെ പറ്റി പറഞ്ഞിട്ടില്ലാത്ത വിജയൻ. സംസ്കൃതം എന്ന് കേട്ടാൽ ഇവർക്ക് പൊതുവെ അലർജിയാണ്. അതുപോലെ ഗീതയിൽ നിന്ന് സംസ്കൃതത്തിൽ ഉള്ള വരികൾ ഉദ്ധരിക്കുകയാണ്. പ്രഭാവർമ്മ എഴുതി കൊടുത്തതായിരിക്കും സാത്വികനായ വ്യക്തി. ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉദ്ധരിക്കേണ്ടി വന്നു. അതിൽ പരം ഒരു പ്രായശ്ചിത്തം വേറെ ഉണ്ടെന്ന് ഗവർണർ അപ്പോഴും ചിന്തിക്കുന്നില്ല. ദാക്ഷിണ്യമില്ലാതെ അദ്ദേഹത്തിൻ്റെ ഈ കപടനാട്യത്തെ അദ്ദേഹം വെളിച്ചത്ത് കൊണ്ടുവരികയാണ്. വേറൊരു RSSകാരനായിട്ട് ഗവർണർ ആർലേക്കർ
രാജേന്ദ്ര ആർലേക്കർ പറഞ്ഞ ഈ 2 വാക്യങ്ങളുടെ തൂക്കമുള്ള മറ്റൊന്നും ഒരൊറ്റ ആൾക്ക് ഇന്ന് വരെ അളന്ന് കുറിച്ച് തൂക്കി മൂർച്ച കൂട്ടിയ ആ അമ്പുകൾ. അതുപോലെ ഒരു കാര്യം കൂടെ വളരെ പ്രസംഗം, കാരണം 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. പിന്നെ RSSും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ നൂറ്റാണ്ടിനിടെ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധോഗതിയിലേക്കും RSS പുരോഗതിയിലേക്കും പോയി എന്നുള്ള കാര്യങ്ങളും കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. നൂറ്റാണ്ടിനിടെ ഒരുപാട് അവഗണനകൾ എല്ലാ രംഗത്തും ഏറ്റുവാങ്ങിയ RSS ഇന്ന് രാഷ്ട്രത്തിൻ്റെ ദിശ നിർണ്ണയിക്കുന്ന പ്രസ്ഥാനമായി 2 തവണയാണ് നിരോധിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും 2 തവണ നിരോധിച്ചു. അറിയാമല്ലോ, ഇന്ത്യ ചൈന യുദ്ധകാലത്തും അതുപോലെ തന്നെ കൽക്കട്ട തേസിസ് ആ കാലത്തും നിരോധിച്ചിരുന്നു. 1949 അല്ലേ, ആ വർഷവും അവരെ നിരോധിച്ചിരുന്നു. ഇന്ന് രാഷ്ട്രത്തിൻ്റെ ദിശ നിർണ്ണയിക്കുന്ന പ്രസ്ഥാനമായി മാറിയത് വിവിധ രംഗങ്ങളിൽ കാഴ്ചവെച്ച നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. ഈ സന്ദേശം എന്താ നൽകുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 2 പാർട്ടികൾക്കും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം. നല്ല കപട നാട്യങ്ങളല്ല വേണ്ടത്, നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം. പ്രീണിപ്പിക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടത്. ഒരു പ്രത്യേക മതത്തിന് ഒരു പ്രത്യേക ജില്ല അനുവദിച്ചു കൊടുക്കുകയല്ല. അത് വീണ്ടും വിഭജിച്ച് ജനസംഖ്യ കൂടുമ്പോൾ, ജനസംഖ്യ കൂട്ടിക്കഴിയുമ്പോൾ ഒരു നിർദ്ദിഷ്ട സംഖ്യയിലെത്തുമ്പോൾ വീണ്ടും വിഭജിക്കുക. അമീബ വിഭജിക്കുന്ന പോലെ അങ്ങനെ വിഭജിച്ച് അനന്ത കോടികളായിട്ട് പോവുക. അതല്ല ചെയ്യേണ്ടത്. നോക്കൂ, അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ല ഉണ്ടായല്ലോ, KK നായർ പറഞ്ഞിട്ട്, ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ജില്ല. അവിടുത്തെ പോപ്പുലേഷൻ ഗ്രോത്ത് എത്രയാണ്? അവിടെ പണ്ടത്ര ഉണ്ടായിരുന്നു, അതിനേക്കാൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം ഇപ്പോൾ ഡിവൈഡ് ചെയ്യേണ്ടി വന്നത് മലപ്പുറത്തെ ജനസംഖ്യ കൂടുതൽ ആവുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അത് സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ പിന്നിൽ അജണ്ട ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ വയ്യ, പക്ഷേ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഒരു പ്രത്യേക അവരിപ്പോൾ ജില്ലയ്ക്ക് മുറവിളി. അതെ, അതെ, 2ആയിട്ട് ഒരു MLA തന്നെ, മുസ്ലിം ലീഗിൻ്റെ MLA തന്നെ തിരൂർ ആസ്ഥാനമാക്കിക്കൊണ്ട്. അറിയാമോ, പിന്നെ മലപ്പുറത്തിൻ്റെ ചരിത്രം കൂടി നമ്മൾ പരിശോധിക്കണം. അന്ന് കോൺഗ്രസ് പാർട്ടിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ, പാലോളി മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ഇന്നും സാത്വിക കമ്മ്യൂണിസ്റ്റായിട്ട് തുടരുന്ന ആ ആള്, അദ്ദേഹമൊക്കെ കൂടിയാണ് ആ പാർട്ടിയുടെ ആദ്യ ബാല്യകാലങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നത്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഒറ്റ പാർട്ടി മാത്രം. ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ കോൺഗ്രസോ ഒരു യോഗം സംഘടിപ്പിച്ചാൽ അവിടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന വന്നിട്ട് മീനറിയും, അവരെ സംസാരിക്കാൻ സമ്മതിക്കില്ല. എന്തുകൊണ്ട്? ഇന്ത്യ ഒന്നായി നിൽക്കണം, വിഭജിക്കരുതെന്ന് പറയും ഈ 2 സംഘടനകളും. കോൺഗ്രസും പറയും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പറയുമായിരുന്നു അവിടെ മലപ്പുറത്ത്. മറ്റുള്ളിടത്തെ കാര്യമല്ല ഞാൻ പറയും. പച്ചമീൻ വെച്ചെറിയും, ആളുകളെ വെച്ചടിക്കും. അന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ എന്ന് പറയുന്നത് KM സീതി സാഹിബ് അവരുടെ ആൾക്കാർ. ഇന്ത്യ വിഭജിക്കണം, കാരണം ചാണകമാണ് ഇവരുടെ പുണ്യവസ്തു, ഹിന്ദുക്കളുടെ പുണ്യവസ്തു. ആ ചാണകം നമുക്ക് ഒരു വിസർജ്യ വസ്തുവാണ്. അതുകൊണ്ട് നമ്മൾ ഇവരുടെ രാഷ്ട്രത്തിൽ താമസിക്കുകയില്ല. അതുകൊണ്ട് ഇവർ ഭൂരിപക്ഷമാണെങ്കിൽ ഇവരുടെ ആചാരങ്ങൾ നമുക്ക് കാണേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഒപ്പം നിൽക്കരുതെന്ന് പറഞ്ഞ KM സീതി സാഹിബ്. മുസ്ലിം ലീഗ് ഇപ്പം മാറി, പിന്നെയും മുസ്ലിം ലീഗ് തന്നെയാണ് CPM-ആയിട്ട് ഐക്യവും പ്രാപിച്ചു പോയത്. അതാണ് കയ്യിലിരിപ്പ് നല്ലതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. ആ മുസ്ലിം ലീഗുമായിട്ടാണ് ഐക്യം പിന്നെ സ്ഥാപിച്ചൊരു പ്രത്യേക ജില്ല കൊടുത്തത്. അതാണ് ഇനി വീണ്ടും വിഭജിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഗവർണർ പറഞ്ഞത് 100% ശുദ്ധമാണ്. അവർ ഗാന്ധിയെ കൊന്നു എന്ന് പറഞ്ഞു, കേസിൽ നിന്ന് അവർ മോചിതരായി. പിന്നെ അടിയന്തരാവസ്ഥ കാലത്താണ് പിന്നെ നിരോധനം വന്നത്. അടിയന്തരാവസ്ഥ ജനങ്ങൾ തള്ളിക്കളഞ്ഞപ്പോൾ അവർ വീണ്ടും നിലവിൽ വന്നു. അങ്ങനെയാണ് 100 വർഷം പൂർത്തിയാക്കിയത്. കയ്യിലിരിപ്പ് നല്ലതായിരുന്നു. അവർ ചെയ്യുന്നത് ഇന്ത്യയുടെ സത്തയായിരുന്നു. അതുകൊണ്ട് അവരിപ്പോഴും ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി റഷ്യയിൽ മഴ പെയ്യുമ്പോൾ ഇവിടെ കുട പിടിച്ചു. അത് വിഡ്ഢിത്തമായിരുന്നു. അതിൻ്റെ ഫലമായി അവരിപ്പോഴില്ല. ഇതാണ് സത്യം.